ബറക്കത്താണ്. മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് ചർച്ച തുടങ്ങി എന്നറിയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ മൈലുകൾക്കപ്പുറത്ത് സഹാബത്തിന്റെ മൂക്കിൽ മാലിക് റളിയല്ലാഹു അൻഹു പുരട്ടുന്ന അത്തറിന്റെ സുഗന്ധം എത്തുമ്പോഴാണ്. ഹദീസ് തുടങ്ങി അങ്ങോട്ട് പോവാം എന്നറിയുന്നത് വെല്ലടിച്ചിട്ടല്ല, അത്തറിന്റെ മണം എത്തുമ്പോഴാണ്. ഏറ്റവും അധികം സുഗന്ധമുള്ള സ്ഥലം ഇന്ന് അള്ളാഹുവിന്റെ ഹബീബ് കിടന്നുറങ്ങുന്ന മസ്ജിദുൻ നബവിയാണ്. എന്ത് സുഗന്ധമാണ്! അള്ളാഹുവേ, ആ മദീനയുടെ സുഗന്ധം ആസ്വദിക്കാൻ പാവപ്പെട്ട നമുക്കൊന്നും നമ്മുടെ ഹബീബിന് തിരിച്ചു കൊടുക്കാറില്ല. എല്ലാ സ്നേഹവും നമുക്ക് തന്ന്, എല്ലാ സന്തോഷവും നമുക്ക് തന്ന്, മരണവേദന പോലും, സമുദായത്തിന്റെ മരണവേദന പോലും ചോദിച്ചു വാങ്ങി അറഫാ മൈതാനിയിൽ അല്ലാഹുമ്മ ഗുഫിർലി ഉമ്മത്തി സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥന മുഴുവൻ ഈ സമുദായത്തിന് വേണ്ടി മാറ്റിയ പൊന്നാര നിബിധങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് കാശുള്ളവര് അതിനെ പാടിക്കളയാതെ കുടുംബസമേതം മദീനയിലെത്താൻ, അവിടെ പോയി ദുആ ചെയ്യാൻ സലാത്തിന്റെ മനസ്സ് വെക്കണം. അള്ളാഹു പോയവരെ കബൂൽ. എന്തേ നിന്റെ മനസ്സിന്റെ സങ്കടമലിയേ? അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അബ്ദുറഹ്മാൻ, നിങ്ങളൊന്നും ചോദിച്ചിട്ട് തരാത്ത ഫാത്തിമയെ അല്ലാഹുവിന്റെ റസൂൽ എനിക്കാണ് തന്നത്. പക്ഷേ വലീമത്ത് സദ്യ കൊടുക്കാൻ നബിതങ്ങൾ പറഞ്ഞു, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഞാൻ എന്ത് ഭക്ഷണമാണ് കൊടുക്കുന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ലോകത്ത് ആദ്യത്തെ സാധു സംരക്ഷണ സമിതിയുടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അൽഹംദുലില്ലാഹ് അലിയേ, എന്റെ പ്രിയപ്പെട്ട അലിയേ, നിനക്ക് വേണ്ടി അത് ഞാൻ സമ്മാനിച്ചുകൊള്ളാം. നീ പാവപ്പെട്ടവനായതുകൊണ്ട് നിന്റെ കല്യാണത്തിനുള്ള വിവാഹ സദ്യയുടെ വലീമത്തിന്റെ ചിലവ് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. സ്വർഗത്തിൽ പോകുന്ന 10 പേരെ എണ്ണി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ വിട്ടില്ല. സാധുക്കളെ സഹായിക്കാൻ മനസ്സ് കാണിച്ചത് കൊണ്ടാണ് ഈ നിറഞ്ഞിരിക്കുന്ന സഹോദരങ്ങളെ ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെടാൻ ലോകത്തോട് പഠിപ്പിച്ച ഫാത്തിമയുടെ പൂമാരൻ കിടന്നുറങ്ങുന്ന മദീനയിലേക്ക് ഈ സരത്തിൽ 11 സലാത്ത് ചൊല്ലി പറഞ്ഞു വിടുമ്പോ ആ റസൂലുള്ളാഹിയോടുള്ള സ്നേഹം കൊണ്ട്, ഇഷ്ടം കൊണ്ട്, പൊരുത്തം കൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സമിതി സഹാറ സാധു സംരക്ഷണ സമിതിക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു 4444 രൂപ എന്റെ ഹബീബിന്, എന്റെ മദീനയുടെ മണവാളന്, എന്റെ റസൂലുള്ളാഹിയുടെ പൊന്നമോടെ നിക്കാഹിന് വേണ്ടി ആദ്യമായി പണം കൊടുത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണെങ്കിലും ഇതാ ഈ ആമ്പല്ലൂരിന്റെ പരിസരത്തുള്ള പട്ടിണി പാവങ്ങളുടെ മനസ്സിന്റെ സങ്കടം മാറ്റാ അൽഹംദുലില്ലാഹ് ഒരു വിഭാഗം പ്രിയപ്പെട്ട കൂട്ടുകാരും തീരുമാനിക്കുമ്പോ അതിന്റെ ഉദ്ഘാടനം ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന നിയ്യത്ത് ചെയ്തുകൊണ്ട് ഒരൊറ്റയാള് 4444 രൂപ ഖുലൂത്ത് തക്ബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണക്കടലായ രാജസയ്യിദായ പടച്ചവരെ, കന്യാകുളങ്ങളിൽ നിന്ന് പ്രവാസനത്തിന് വന്ന നജൂമുദ്ദീൻ എന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് 4444 രൂപ പറഞ്ഞിരിക്കുന്നത്. റബ്ബേ, ആ സഹോദരൻ എന്നും എന്നോട് വിളിച്ചു പറയുന്ന ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ, നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ആ സഹോദരന്റെ സങ്കടം നീ മാറ്റണേ അല്ലാ. പാവപ്പെട്ടവരുടെ രാജകുമാരനായി ജീവിച്ചു പോയി, പാവപ്പെട്ടവരായി ജീവിച്ച് ഈന്തപ്പന ഓലയുടെ പാട് മുതുകിൽ കണ്ടപ്പോ പർവ്വതങ്ങൾ പോലും പൊട്ടിക്കരഞ്ഞു പോയ റസൂലുള്ളാഹിയുടെ മസ്ജിദുൻ നബവിയിലേക്ക് ആ പ്രിയപ്പെട്ട സഹോദരന്റെ നെയ്യപ്പിനെ നെയ്യപ്പിക്കണേ അല്ലോ. ഈ ശഅബാന്റെ രാത്രിയിൽ ചൊല്ലിയ സലാത്തിന്റെ പവർ, പോകുന്ന സലാത്തിന്റെ പവർ, ആ സഹോദരന്റെ ആഗ്രഹം നടത്തോ നീ കാരണമാക്കി കൊടുക്കണേ അല്ലാ. റഹ്മാനായ നാഥ, ആ സഹോദരന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരൻ കൂട്ടുകാരുമായിട്ട് 29-ാം തീയതി കൈതയിൽ ഒരു പരിപാടി നടത്തുന്നുണ്ട് പടച്ചവര്, അതിനെ വിജയിപ്പിക്കണേ അല്ലോ. സാധുക്കളായ കൂട്ടുകാരെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. എല്ലാ മജ്‌ലിസിലും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. ആരെങ്കിലും ഉണ്ടോ? നിർബന്ധമില്ല, നാളെ ബാക്കിയുള്ള 1000-500 കാട്ട് കൊണ്ട് കൊടുത്താൽ മതി. എങ്കിലും എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യും. സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഒരാളോട് പറയാൻ വളരെ സന്തോഷം.
സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഒരാൾ വിദേശ രാജ്യത്ത് കിടക്കുന്ന ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരാൾ ഒരു പേര് സന്തോഷമായിട്ട് ഞാൻ കൊടുത്തോളാം സാറേ, ഞാനും പാവപ്പെട്ടവളായിരുന്നു, എന്റെ കുടുംബവും പാവപ്പെട്ടതായിരുന്നു എന്ന് പറഞ്ഞ് വന്ന വഴി മറക്കാതെ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് റഹ്മാനായ റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾ നെഞ്ചിലേറ്റ് വാങ്ങിയിട്ട് മാരകമായ രോഗം തരാതിരിക്കാൻ 80 രീതിയിലാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം പടർന്നു പിടിച്ചുകൊണ്ട്, ഒന്നും രണ്ടുമല്ല 80 രീതിയിൽ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചിലപ്പോൾ ചില ആൾക്ക് വന്നാൽ പെട്ടെന്ന് മരിക്കും, ചില ആൾക്ക് വന്നാൽ ദിവസങ്ങളോളം കിടക്കും, ചില ആൾക്കാർക്ക് വന്നാൽ ഉള്ള സമ്പത്ത് മുഴുവനും തീർന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ രോഗവും വേദനയും മാറൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരാൾ കൂടി, ആണുങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും സ്ത്രീകളുടെ ഭാഗത്താണെങ്കിലും സന്തോഷം, ഒരാൾ കൂടി പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചൊല്ല്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, ഭാഗ്യമുള്ളവർക്ക് നീ പണം കൊടുത്താൽ മാത്രം പോരെ, കൊടുക്കാനുള്ള മനസ്സുകൂടി വേണമല്ലോ. ഈ നിറഞ്ഞ മജ്‌ലിസിൽ ശഅബാന്റെ രാത്രിയിൽ ഒരു സഹോദരൻ കൂടി അതിന് തയ്യാറായി നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ സഹോദരൻ ഇതിന് പകരം എന്താണോ നിന്നോട് ആഗ്രഹിക്കുന്നത് എല്ലാവരും ആമീൻ പറയാ ആഗ്രഹം നീ നടത്തി കൊടുക്കണേ അല്ലാഹ്. ഒരിക്കലും അല്ലാഹുവേ കഷ്ടപ്പെടുത്തല്ലേ റബ്ബേ, വേദനിപ്പിക്കല്ലേ അല്ലാഹ്, സങ്കടപ്പെടുത്തല്ലേ അല്ലാഹ്, നൊമ്പരപ്പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ, ആ സഹോദരന്റെ ജീവിതം നീ വിജയിപ്പിക്കണേ നാഥാ. അല്ലാഹുവേ, നല്ല പരിപാടിക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് തുറക്ക ചെയ്ത ആ പ്രിയപ്പെട്ട സഹോദരന്റെ സമ്പത്ത് നീ അധികരിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, രോഗം മാറ്റണേ അല്ലാഹ്. ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഈ ഫറാത്തിന്റെ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് നാഥാ അവിടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാഹ്. എല്ലാ മജ്‌ലിസിലും പടച്ചവനെ, ഇത് കഴിഞ്ഞ് ഞാൻ പോകുന്ന മജ്‌ലിസിലല്ല കണ്ണീരോടുകൂടി ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി, ഇത് പറഞ്ഞ നുജൂബെന്ന സഹോദരനും വേണ്ടി ദുആ ചെയ്യാൻ നീ തൗഫീഖ് തരണേ അല്ലാഹ്. ചന്തവിള സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നിന്റെ ഹബീബിന് ഈ സദസ്സ് കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് ഒരുപാട് പേര് കബറടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ബല്ലൂര് പള്ളിയുടെ പരിശുദ്ധമായ കാമ്പൗണ്ടിനകത്താ നമ്മളുള്ളത്. അരിബാദീരി എന്ന ചന്തവിളയിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി 4444 രൂപ മദീനയെ മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. ആ പെങ്ങളുടെ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ആ പെങ്ങൾക്ക് സന്തോഷം കൊടുക്കണേ അല്ലാ. സങ്കടം മാറ്റണേ അല്ലാ. ജീവിതം വിജയിപ്പിക്കണേ അല്ലാ. എല്ലാ സന്തോഷങ്ങളും നിറഞ്ഞ ജീവിതം കൊടുക്കണേ അല്ലാ. ഒരിക്കലും പരാജയപ്പെടുത്തല്ലേ അല്ലാ. അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അരിവായുന്ന സഹോദരിയുടെ ജീവിതത്തിന്റെ എല്ലാ നൊമ്പരങ്ങളും മാറ്റി അല്ലാഹുവേ, എല്ലാവിധ റഹ്മത്തും ബറക്കത്തും ആ പ്രിയപ്പെട്ട സഹോദരിക്ക് നീ നിറച്ചു കൊടുക്കണേ അല്ലാഹ്. മദീന കാണാൻ, മദീന കാണാൻ, മദീന കാണാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവര് മരണപ്പെട്ടു പോയാൽ നിന്റെ പ്രതിഫലം നീ ശഅബാന്റെ രാത്രിയിലെ ബറക്കത്ത് കൊണ്ട് അവരെ ഖബറിന്റെ അകത്ത് നിറച്ചു കൊടുക്കണേ അല്ലാഹ്.